ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേകം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്യതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. രാമായണത്തിന്റെ 9ാമത്തെ ദിവസം, അതായത് 9ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. രാമായണം രാമനിലൂടെ നമ്മൾ പോവുകയാണ്. ശ്രീരാമചന്ദ്രനിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഭക്തരെ കാണാൻ പറ്റും, ഒരുപാട് ഭക്തി ഇല്ലാത്തവരെ കാണാൻ പറ്റും, കർമ്മഫലങ്ങളെ പറ്റി കാണാൻ പറ്റും, ഭൗതിക തൃഷ്ണകളുമായി ജീവിക്കുന്നവരെ കാണാൻ പറ്റും. ഇവരുടേതെല്ലാം ഒരു ലൈഫ് സ്ട്രക്ചർ നമ്മൾ കാണാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നതും അതിലൂടെ ഏതാണ് നമ്മുടെ ജീവിതത്തിൽ ഉചിതമായി എടുക്കേണ്ടത് എന്നും, നമുക്ക് ജീവിതത്തിന് ഉചിതമായത് എന്താണെന്നും, ജീവിത പുരോഗതിക്ക് ഉചിതമായത് എന്താണെന്നും നമുക്ക് രാമായണത്തിലൂടെ കാണാൻ പറ്റും. അത്രയും വലിയ ഒരു ഇതിഹാസമാണ് രാമായണം. രാമായണത്തിന്റെ 9ാമത്തെ ദിവസമാകുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ വനയാത്രയാണ്. ദശരഥ മഹാരാജാവും ഒക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയോധ്യയിലെ എല്ലാ ജനങ്ങളും ശ്രീരാമചന്ദ്രനോടൊപ്പം വന അതിർത്തി വരെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന വനത്തിലോട്ടും പ്രവേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റും. അത്രയധികം ശ്രീരാമചന്ദ്രനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഉത്തരേന്ത്യയില് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വികാരം കൊള്ളുന്നു. അത് അവരുടെ ഒരു വികാരമാണ്. വൃന്ദാവനത്തിൽ പോകുമ്പോൾ രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ എന്നുള്ളതല്ല, രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വ്രജവാസികളെല്ലാം രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. അത് അവരുടെ വികാരമാണ്. ഭക്തിപൂർവം സ്നേഹത്തോടെയുള്ള ഒരു വികാരം. ഒരു നിമിഷം. ഇന്ന് നമ്മൾ രാമായണത്തിന്റെ വനയാത്രയിലേക്ക് നമ്മൾ നോക്കാം. എന്തൊക്കെയാണ് വനയാത്രയിൽ സംഭവിച്ചിരിക്കുന്നത്, ആരെയൊക്കെ കണ്ടുമുട്ടുന്നു എന്നൊക്കെയുള്ളതെല്ലാം നമ്മൾ വനയാത്രയിൽ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ അയോധ്യയിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ തിരിച്ച് ആദ്യമേ തമസാ നദിക്കരയിലെത്തും. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, തമസാ നദിക്കരയിലെത്തും. എല്ലാവരും വളരെ ക്ഷീണിതരായിരുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. സീതാദേവിയും ഒപ്പമുണ്ടായിരുന്നു. ഭടന്മാരൊന്നുമില്ല,
ലക്ഷ്മണന്റെ ഡ്യൂട്ടി അവിടുന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സഹോദരൻ എന്തിനാണോ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് കൂടെയും ചേട്ടനോടൊപ്പം ചേട്ടത്തിയമ്മയോടൊപ്പം പോയിരിക്കുന്ന എന്തിനാണ്? അവർക്ക് ഒന്നും സംഭവിക്കരുത്, അവരുടെ എല്ലാ സുഖസൗകര്യങ്ങളും നോക്കണം. ആദ്യമായി ലക്ഷ്മണന്റെ ഡ്യൂട്ടി തുടങ്ങുന്നത് എഴുതി വെച്ചു. തമസാ നദിക്കരയിൽ ശ്രീരാമചന്ദ്രനും ചേട്ടനും ചേട്ടത്തിയമ്മയും ഉറങ്ങുന്ന സമയത്ത് അവരെ വില്ലും വെച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുകയാണ് ലക്ഷ്മണൻ ഉറങ്ങാതെ. അയോധ്യയിൽ ഭരതൻ ഉറങ്ങാതെ ആ 14 വർഷം കഴിച്ചു കൂട്ടുമ്പോൾ മനത്തില് ലക്ഷ്മണൻ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും വേണ്ടിയിട്ട് ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. അയോധ്യാവാസികൾ ഒപ്പമുണ്ട്. അവർക്ക് ശ്രീരാമചന്ദ്രനെ വിട്ടുപിരിയാൻ മനസ്സില്ല. അവർ രാമനോടൊപ്പം തന്നെ കഴിച്ചു കൂട്ടാൻ ആഗ്രഹിച്ചിട്ട് കാട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ്. ഇപ്പം ശ്രീരാമചന്ദ്രനൊക്കെ ലക്ഷ്മണൻ ആലോചിക്കുകയാണ് അവരെ എങ്ങനെ മറികടക്കും. അവർ വിഷമിക്കരുതെന്ന് ശ്രീരാമചന്ദ്രന് ആഗ്രഹവുമുണ്ട്. എന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. സീതയും ലക്ഷ്മണനും സുമന്ത്രരുടെ രഥത്തിൽ കയറി എന്നിട്ട് അയോധ്യയിലേക്ക് നേരെ സഞ്ചരിച്ചു. അപ്പം ഒരു ചെറിയൊരു ട്രിക്ക് കാണിക്കുകയാണ്. അയോധ്യയിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിൽ ഇവർ അവിടുന്ന് എഴുന്നേക്കും. അപ്പം തിരിച്ചു പോവുകയാണെന്ന് അവിടുത്തെ വാസികൾ ചിന്തിക്കും, അയോധ്യാവാസികൾ ചിന്തിക്കും. പക്ഷേ ആ യാത്ര അയോധ്യക്കായിരുന്നില്ല. അയോധ്യാവാസികളെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയതായിട്ട് വിശ്വസിപ്പിക്കാനുള്ള ഒരു കുറുക്ക് വിദ്യ കാണിച്ചതാണ്. പെട്ടെന്ന് 3 പേരും ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും സീതയമ്മയും ഒക്കെ അപ്രത്യക്ഷരായി. എല്ലാവരും തേര് വഴി നോക്കിയിട്ട്, ആ തേര് തെളിച്ചിരിക്കുന്ന വഴി നോക്കിയിട്ട് അയോധ്യയിലേക്ക് മടങ്ങി. രാമൻ ഒരുപാട് ദൂരമുണ്ട്. രാമൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ശ്രീരാമചന്ദ്രൻ അവിടെ എത്തിയിട്ടില്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സുമന്ത്രര് ആണ് രഥം ഓടിച്ചിരുന്നത്. സുമന്ത്രർ രഥം നിർത്തിയിട്ട് അവിടെ ആ ശൃംഗവേര എന്ന പട്ടണത്തിലാണ് എത്തുന്നത്. ഗംഗാനദിയുടെ തീരത്താണ് ഈ ശൃംഗവേര എന്ന പട്ടണം. എല്ലാവരും നദിയിലിറങ്ങി കുളിച്ച് ആ നദിക്കരയിലുള്ള അശോക വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. അങ്ങനെ ആ ശൃംഗവേരത്തിലെ രാജാവാണ് ഗുഹൻ. ഗുഹൻ ശ്രീരാമഭക്തനാണ്. ശ്രീരാമലക്ഷ്മണന്മാരും സീതയും തന്റെ രാജ്യത്ത് വന്നിട്ടുണ്ടെന്ന വാർത്ത അറിഞ്ഞിട്ട് സന്തോഷിച്ച് കാണാനെത്തി. അപ്പം തേനും പഴങ്ങളും ഒക്കെ കാഴ്ചവെച്ച് ഭക്തിയോടെ ദണ്ഡ നമസ്കാരം ചെയ്തു. ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഷ്ടാംഗ നമസ്കാരം. അതായത് 8 അംഗങ്ങളും, ഇത് നമ്മൾ ശരണാഗതി ആണ്. ഭൂമിയിൽ അങ്ങനെ കമന്ന് കിടക്കുകയാണ്. ഭഗവാനെ കാണുമ്പോൾ ആക്ച്വലി ആണുങ്ങള് അഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവുമാണ് ചെയ്യേണ്ടത്. അതൊക്കെ അറിയാമല്ലോ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഗുഹനെ എഴുന്നേൽപ്പിച്ചിട്ട് ആലിംഗനം ചെയ്തു. ഇപ്പം ഗുഹന് ആദിവാസികളുടെ രാജാവാണ്. ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ ജന്മം സഫലമായെന്ന് ഗുഹൻ നനച്ചു. ശ്രീരാമൻ തന്റെ രാജ്യത്ത് താമസിച്ച് അവിടെ പാവനമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ശ്രീരാമന് ഒരിടത്ത് അവിടെ ഇരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അതിനും കാരണമുണ്ട്. 14 വർഷം വനത്തിൽ താമസിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ വനത്തിന്റെ ഒരു പ്രാന്ത പ്രദേശമായിട്ട് വരും ഗുഹൻ ഭരിക്കുന്നത്. അപ്പം ദശരഥന്റെ ആജ്ഞ അങ്ങനെയാണ്, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, അത് തെറ്റിക്കാൻ പാടില്ല. അതാണ് ശ്രീരാമചന്ദ്രൻ വളരെ കർക്കശമാണ് കേട്ടോ. അപ്പം ഭക്തിയുടെ കാര്യത്തിലും ശ്രീരാമചന്ദ്രൻ വളരെ കർക്കശമാണ്. ഇതിനകത്ത് വേറെ അനലിറ്റിക് സ്റ്റഡി ഉണ്ട്, പറയാം പിന്നീട്. അതുകൊണ്ട് ഗൃഹത്തിലും ഗ്രാമത്തിലും താമസിക്കുന്നത് ആ ആജ്ഞ ധിഖരിക്കലാവും. യാത്രാവേളയിൽ മരവുരി ഉടുത്ത് ഇറങ്ങിയത് സുഖത്തെ ത്യജിക്കാനാണ്. സുഖത്തെ ത്യജിക്കുക. അപ്പം ശ്രീരാമചന്ദ്രൻ വളരെ കർക്കശക്കാരനാണെന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളൊരു അനലിറ്റിക് സ്റ്റഡി എടുക്കും. ശ്രീരാമചന്ദ്രൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ശ്രീകൃഷ്ണൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിന്റെ ഭഗവാന്റെ അവതാരം. അപ്പൊ ഈ 3 പേരെ അനലിറ്റിക് സ്റ്റഡി എടുക്കും.
ശ്രീരാമചന്ദ്രത്തിൽ ടൈറ്റാണ്. നമ്മൾ അങ്ങനെ ഒന്നും കയറി സംസാരിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം വളരെ സ്ട്രിക്റ്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ അദ്ദേഹം ഒരിക്കലും തെറ്റിക്കത്തില്ല. അതിന് എത്ര വലിയ ഭക്തനാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് 16,108 ഭാര്യമാരെ അല്ല സ്ത്രീകളെ പിന്നെ ദ്വാപരയുഗം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ശൂർഭണകയെ ആയിട്ട് വഴക്കുണ്ടാകേണ്ടി വന്നത്. വളരെ സ്ട്രിക്റ്റ് ആണ്. കാര്യങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ശ്രീരാമൻ തന്നെ പോയി ചോദിക്കാം എനിക്ക് ഇന്നത് തരണമെന്നുള്ളത്. ഇല്ലെങ്കിൽ നടക്കത്തില്ല. അവിടെയാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ലിബറലാണ് കൃഷ്ണൻ വരുന്നത്. കൃഷ്ണൻ അത് സുഖിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും. വിഷ്ണുവും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വിഷ്ണു ആവുമ്പം ഒഫീഷ്യൽ ഒരു ജഡ്ജിയുടെ ഭാഗത്ത് ന്യായാധിപ ഭാഗത്തിലിരിക്കുമ്പം അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വലിയ പാടാണ്. പക്ഷെ ഇത് വീട്ടിലിരിക്കുന്ന പരിപാടിയാണ് കൃഷ്ണൻ്റെത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓടക്കുഴലൊക്കെ ആയിട്ടിരിക്കും. അവിടെ നമുക്ക് കുറച്ച് സുഖിപ്പിക്കാൻ പറ്റും. അദ്ദേഹത്തിന് അറിയാം നമ്മുടെ കള്ളനാണെന്നുള്ളത്. പക്ഷെ എന്നാലും ആ സുഖത്തിൽ അദ്ദേഹം ഒന്ന് വീഴും. എന്നാലും ചില സമയത്ത് ചില കാര്യങ്ങളിൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഒന്നുകൂടെ അടുത്ത് വന്നു കൃഷ്ണൻ. ഇത് താഴോട്ട് വരുമ്പത്തിന് ചൈതന്യ മഹാപ്രഭു ഇതിനേക്കാൾ കൂടുതൽ ലിബറലാണ്. എന്ത് വന്നു കഴിഞ്ഞാലും എത്ര നമ്മള് പാപം ചെയ്തവനാണെങ്കിൽ പോലും എന്ത് കരുണയും ചൊരിയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഭക്തന്റെ രൂപത്തിൽ വന്നു. അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും കൊടുത്ത ഒരു ഈറയായിരുന്നു. ആ കാലഘട്ടം വരെ മന്ത്രങ്ങൾ ആർക്കും ചെല്ലാൻ പറ്റാത്തത്. ഇടക്കാലത്ത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ മന്ത്രങ്ങളൊക്കെ ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു അലിഖിത ഒരു നിയമം ഇടക്കാലത്ത് കൊണ്ടുവന്നിരുന്നു. ചൈതന്യ മഹാപ്രഭുവാണ് അത് ബ്രേക്ക് ചെയ്തത്. മന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഹരേകൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും ചൊല്ലാനുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒരു മനുഷ്യനുള്ളതല്ല. ഏത് ചണ്ടാളനാണോ അല്ലെങ്കിൽ പിന്നെ വലിയ ആളാണോ ആരാണെങ്കിലും നായമാംസം കഴിക്കുന്നവരാണോ ആർക്കും ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ് ഹരികൃഷ്ണ മഹാമന്ത്രം. അത് എപ്പോഴും കുളിച്ചോ കുളിച്ചില്ലയോ ഒന്നും അല്ല, ഉള്ളതല്ല എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്നു. അത് വലിയൊരു പിന്നെ ബംഗാളിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും അറിയാൻ പറ്റും. അത് വലിയ വിവാദമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ ബംഗാൾ ഗവർണർ നവാബ് ഹുസൈൻ ഷായൊക്കെ പോയി കംപ്ലൈന്റ് ഒക്കെ ചെയ്തായിരുന്നു അന്നത്തെ ബ്രാഹ്മണരൊക്കെ ഇങ്ങനെ റോഡിലൂടെ ഒക്കെ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആരാന്ന് അവർക്കറിയത്തില്ല. റോഡിലൂടെ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നടക്കുന്നു ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ അതൊരു കാലഘട്ടം, അത് പിന്നെ പറയാം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം. അപ്പം ചൈതന്യ മഹാപ്രഭു തീരെ അലിവ്. അത് ഞാൻ പറഞ്ഞു വന്നത് ശ്രീരാമചന്ദ്രൻ വളരെ സ്ട്രിക്റ്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ, നോ എനി എന്താ പറയുന്നത്, എന്താ ഡോക്ടർ ജി പറയുന്നത്, യാതൊരു അലിവുമില്ല. കൃത്യമായിട്ടാണ് പോകേണ്ടത്. സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ശ്രീരാമചന്ദ്രൻ. സുഖിപ്പീരൊന്നും നടക്കത്തില്ല അദ്ദേഹത്തിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ പോന്നു. ഇപ്പൊ ഗുഹനെ കണ്ട് പേരാൽ പശ, അപ്പം ഗുഹന്റെ അടുത്ത് പോയി ശ്രീരാമചന്ദ്രൻ പറയും പേരാൽ പശ വേണമെന്ന് പറയും. പേരാൽ പശ കൊണ്ടുവന്നിട്ട് രാമലക്ഷ്മണന്മാർ തലമുടിയിൽ തേച്ച് വെച്ച് പിടിപ്പിച്ചിട്ട് ജഡവൽക്കരമാക്കും. കർക്കശം എന്നുള്ള വാക്കല്ല ഉദ്ദേശിച്ചത്. ആ കർക്കശമാണ്. അതെ അതെ, കർക്കശമാണ്. നോ എനി ഡീവിയേഷൻ. അപ്പൊ അങ്ങനെ ആ തലമുടി കിരീടമെല്ലാം മാറ്റി ഊരി ജഡാമുകുടമായിട്ട് കെട്ടി. അപ്പം അവിടെ കമ്പയർ ചെയ്യുന്നത് നാട്ടിൽ സ്വർണ്ണക്കിരീടമാകുമ്പം ഇവിടെ ജഡ കൊണ്ടുള്ള കിരീടം. ഗുഹനൊക്കെ വിഷമിക്കും ആ സമയത്ത്. രണ്ടും ശ്രീരാമന് ഒരുപോലെയാണ്. ലക്ഷ്മണൻ ദർഭയും ഇലയും ചേർത്ത് വെച്ച് കിടക്ക തയ്യാറാക്കി. സീതയും രാമനും അതിൽ കിടന്നുറങ്ങി. പണ്ട് ചന്ദനക്കട്ടിൽ മെത്തയിൽ ഉറങ്ങിയിരുന്നവർ ഇന്ന് പുല്ലുമെത്തയിലാണ് ഉറക്കം. ശ്രീരാമനും സീതയ്ക്കും രണ്ടും ഒരുപോലെയാണ്. സുഖവും ദുഃഖവും സമഭാവത്തോടെ കാണാൻ അവർ കഴിയുന്നു. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം കൂട്ടിയതോടു മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത. അപ്പം ആ ഒരു ശ്ലോകം ഞാൻ പിന്നീട് പറയാം, ജസ്റ്റ് കൂട്ടി വെച്ചോളൂ ഏതിലാണോ. ഇപ്പം സുഖവും ജീവിതത്തിന്റെ ഗതിവിഗതികൾ മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും വരവും പോക്കും പോലെയാണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരുപോലെ കാണണം. ശ്രീരാമചന്ദ്രൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. രണ്ടിനെയും ഒരുപോലെ കാണണം. എനിക്ക് ഇങ്ങനെ മനസ്സിൽ പിടിച്ചുലച്ച ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീതാദേവിയെ എടുത്ത് പോയി പറയുന്നതാണ്. അച്ഛൻ
രാജ്യം വീതം വെച്ചു. എനിക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നതാണ്, അച്ഛൻ രാജ്യം വീതം വെച്ചു. അയോധ്യയും നഗരപ്രാന്തങ്ങളൊക്കെ അനിയന് കൊടുത്തു, ഭരതന് കൊടുത്തു. നമുക്ക് തന്നിരിക്കുന്നത് വനരാജ്യമാണ്. നമ്മൾ അവിടെ പോയി അതിലെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു ചെയ്യണം. ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ഇതുമില്ലാതെ ആ പറയുന്നുള്ളത്. സുഖവും ദുഃഖവും സമഭാവനയോടെ കാണാൻ അവർ കഴിയുന്നു. അതുകൊണ്ട് മനസ്സീയ ആനന്ദവും ആശ്വാസവും എഴുതുന്നു. ലക്ഷ്മണൻ സീതാരാമന്മാർക്ക് സംരക്ഷകനായി തന്റെ വില്ല് കുലച്ച് അല്പം അകലെ നിലകൊണ്ടു. അവിടെ ലക്ഷ്മണൻ നിൽക്കുകയാണ്. ശ്രീരാമന്റെ കിടപ്പും ലക്ഷ്മണന്റെ നിൽപ്പും കണ്ടിട്ട് ഗുഹന്റെ കണ്ണുകൾ നിറയുകയാണ്, കരയുകയാണ്. ഗുഹന് സഹിക്കാൻ കഴിയുന്നില്ല. കൈകേയിയോടും മന്ധരയോടും എല്ലാം ഗുഹന് വെറുപ്പ് തോന്നി. മന്ധരയുടെ കുബുദ്ധിയിൽ കുടുങ്ങി ഒരു രാജ്ഞി ഒരിക്കലും പെട്ടെന്ന് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് കൈകേയി ചെയ്തതെന്ന് ഗുഹൻ ഇങ്ങനെ ചിന്തിക്കും. ഗുഹന്റെ മനോവിഷമം കണ്ടിട്ട് ലക്ഷ്മണൻ ഉപദേശിക്കും, സാരോപദേശങ്ങൾ നൽകി ആശ്വസിപ്പിക്കും. അത് കേട്ട് ഗുഹന്റെ മനസ്സിൽ ജ്ഞാനോദയം ഉണ്ടാവും. അപ്പം ലക്ഷ്മണൻ ഗുഹനെ ആശ്വസിപ്പിക്കുന്നതാണ്. അങ്ങനെ ഗുഹൻ ലക്ഷ്മണന്റെ ശിഷ്യനുമായി. നേരം വെളുത്ത് ഗുഹൻ തോണി കൊണ്ടുവന്ന് കൊടുത്ത് മൂവരും തോണിയിൽ കയറി ഗംഗാനദി കടന്ന് മറുകരയിലെത്തി. ഗുഹന് ഒരാഗ്രഹം, വനവാസക്കാലത്ത് ശ്രീരാമനെ സ്മരിച്ച് ശുശ്രൂഷിക്കാൻ ഒരവസരം വേണം. പക്ഷെ ശ്രീരാമൻ അത് സമ്മതിച്ചിട്ടില്ല. ആ ആഗ്രഹം ശരിയല്ലെന്ന് ശ്രീരാമേന്ദ്രൻ ഗുഹനെ ബോധ്യപ്പെടുത്തി. വനവാസം കഴിഞ്ഞ് വീണ്ടും വരാമെന്ന ഉറപ്പിൽ ഗുഹനെ സമാധാനിപ്പിച്ചു. കാര്യം വെറും സാധാരണ മനുഷ്യനായിട്ട് ചെയ്യും, മറ്റുള്ളവരുടെ സേവ എടുക്കാൻ പാടില്ല. രാമനും സീതയും ലക്ഷ്മണനും തോണി കയറി. ഗുഹൻ തിരിച്ചുപോയി. മൂവരും കാട്ടിലൂടെ കുറച്ച് നടന്നു. പിന്നെ അവിടെ എത്തുന്നത് അടുത്ത ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ് എത്തുന്നത്. നമ്മൾ ഗുഹനെ കണ്ടു, തമസാ നദി കഴിഞ്ഞു കടന്നു, പിന്നെ ഗുഹനെ കണ്ടു. ആ പട്ടണത്തിന്റെ പേരെന്തായിരുന്നു? ശൃംഗവേരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ മഹർഷി ശ്രീരാമേന്ദ്രനെ യഥാവധി പൂജിച്ചു. ഒരു ദിവസം അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ യമുനാ നദി കടന്ന് ചിത്രകൂടം പർവ്വതത്തിലെത്തി. അവിടെയാണ് വാൽമീകിയുടെ ആശ്രമം. പലതരം മൃഗങ്ങള്, ഇപ്പം വാൽമീകിയുടെ കഥകളൊക്കെ അറിയാൻ വീണ്ടും വരുന്നുണ്ട്. പലതരം മൃഗങ്ങള് ഓടി നടക്കുന്നു, പക്ഷികൾ പറക്കുന്നു, പൂവും കായും തിങ്ങുന്ന വൃക്ഷലതാദികൾ, അങ്ങനെ വളരെ മനോഹരമായ ഒരു ആശ്രമം. വാൽമീകിയുടെ ആശ്രമത്തിൽ എപ്പോഴും മുനിമാർ തിരക്കാണ്. ഒരുപാട് ഭക്തന്മാരും ശിഷ്യന്മാരും ഒക്കെ ഉണ്ട് വാൽമീകി മഹർഷിക്ക്. ശ്രീരാമൻ വാൽമീകിയെ കണ്ടിട്ട് വണങ്ങി തൊഴുത്. അപ്പം വാൽമീകിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുകയാണ്. രാമനെ ഭക്തിപൂർവ്വം പൂജിച്ച് ആദരിച്ച് തേനും പഴങ്ങളും നൽകി സൽക്കരിച്ചു. നോക്കൂ, ഇവിടെ എല്ലാം ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഗുഹനും തേനും പഴങ്ങളും, വാൽമീകിയും തേനും പഴങ്ങളും. ത്രിമധുരം വളരെ ഇഷ്ടമാണ്. അതാണ് നമ്മുടെ നാട്ടില് ഭഗവാന്റെ, അതായത് കൃഷ്ണന്റെ അമ്പലങ്ങളിൽ ത്രിമധുരം വലിയ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് മാറുന്നത്. ത്രിമധുരം, 3 മധുരങ്ങൾ ചേർന്നത്, കൽക്കണ്ടവും പഴവും തേനും. വാൽമീകിക്ക് ശ്രീരാമന്റെ എല്ലാ കഥകളും അറിയാവുന്നത് കൊണ്ട് കാട്ടിലേക്ക് വരാനുണ്ടായ കാരണങ്ങളൊന്നും വിവരിക്കേണ്ടി വന്നില്ല. കുറച്ചു കാലം ഈ ആശ്രമത്തിൽ താമസിക്കണം ശ്രീരാമൻ ആഗ്രഹം അറിയിച്ചു. അപ്പോഴാണ് തന്റെ വാസസ്ഥാനത്തിന്റെ മഹത്വം മഹർഷി ഓർത്തത്. നല്ല മനസ്സുകളാണ് ഭഗവാന്റെ വാസസ്ഥാനം, അത് ആലോചിക്കണം. അപ്പോഴാണ് വാൽമീകി മഹർഷിയുടെ ഭാഗ്യം വാൽമീകി മഹർഷി ചിന്തിക്കുന്നത്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. അപ്പം അവിടെ ഭഗവാന്റെ വാസസ്ഥാനം നല്ല മനസ്സുകൾ അടുത്താണ്. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ ഉണ്ടാകും. ഇപ്പം രാമനാമം കേട്ടാൽ ഏത് മനുഷ്യനാണ് മോക്ഷം കിട്ടാത്തതെന്ന് വാൽമീകി മഹർഷി ചിന്തിക്കുകയാണ്. അപ്പം മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ രാമമന്ത്രം നമ്മൾ കേൾക്കണം. അപ്പം വീണ്ടും വാൽമീകി മഹർഷി, എഴുത്തച്ഛൻ ഇവിടെ പറയുന്നു, വാൽമീകി മഹർഷി ആ രത്നാകരൻ എന്നുള്ള കാട്ടാളൻ വാൽമീകി മഹർഷി ആയിത്തീർന്നതും ആ രാമനാമത്തിന്റെ മഹിമയും മന്ത്രശക്തിയും കൊണ്ടാണ്. അങ്ങനെ രാമായണത്തിന്റെ 9ാമത്തെ ദിവസം നിൽക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ആ ഭാഗങ്ങളിലേക്ക്, നമുക്ക് ആ വരികളിലേക്ക് എഴുത്തച്ഛൻ എങ്ങനെയാണ് രാമായണത്തിൽ ആ വളരെ മനോഹരമായ കാര്യങ്ങൾ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. സുമാജി.
വനയാത്ര അല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വനയാത്ര. ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ കുലാൽ. പൗരജനങ്ങളും ചെന്നിരികെ പുക്കു ശ്രീരാമനെയങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരു മനസത്തിങ്കിൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുൻപേ പോക നാം എപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്തരും. വേഗേന തേരുമൊരുമിച്ചതിന്നേരം രാഘവന്മാരും ജനക തനുജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞില്ല. പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യ അഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റൊന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടില്ല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരപുക്കുവേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടനാരേവരും. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം സിംഗിവേരാവിദൂരെ മരുവീടിനാൻ. ദാശരഥിയും വിദേഹ തനുജയും ശിംശപാമൂലെ സുഖേനെ വാണിടിനാർ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവം എത്രയോ ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ട വയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ. പക്വാ മനസ്സോടു ഭക്തൈവ സത്വരം പക്വാ ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷേപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചാവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേനടി ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമാസഖേ സൗഖ്യമതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ
അന്യദന്തം ഭുജിക്കുന്നതുമില്ലെന്നും മന്നേ വനവാസകാലം കഴിവോളം രാജം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീര ഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരമാസൃതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളി കുറപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർധിനി പര്യങ്കേ യഥാപുര വാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ. ലക്ഷ്മണ ഗുഹ സംവാദം. ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കര നേത്രനെ കണ്ടില്ലയോ സഖേ, പർണതൽപേ ഭുവി ദാരുമൂലെ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പു കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്ലങ്കി സീംനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദര ചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരാമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മധ്വജനം രാമ ഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം. ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടില്ലല്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വ്യഥ. തോന്നുന്ന അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുദ്ധന്മാർക്കതേതുമേ. ഞാനതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വ്യഥാഭിമാനി കേൾ. ലോകം നിജ കർമ്മ സൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവ ദോഷമധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ഹരേ കൃഷ്ണ. നീരാജി. ദുഃഖം സുഖം നിജ കർമാവശാഗതമൊക്കെയൊന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യദ്യദ്യതാഗതം തത്ര കാലാന്തരേ തത്തദ്ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ. മർത്തദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമന്ത്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമത്യസംസ്ഥമായി വരും. രണ്ടും അന്യോന സംയുക്തമായേവനുമുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ.
ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹാനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യയം ദ്രോണികാസമാരുഹൃദ്യാം സൗമിത്രിണാജനകാത്മയാ സമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗല ദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം അടുത്തു സൗമിത്രിയും മായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാപാംഗിയും ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിട കൊൾവതീനടിയെന്നുമോരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിലയണാംഗബിംബാനന ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണി മേലെ ഗുഹൻ വീണ്ടും അന്തിരം പൂക്കു ചിന്തിച്ചു മരുവിനാൻ. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനുണ്ടുതൻ ഭാമിനിയോടും മനുജനോടും വന്നു പാർത്തിരിക്കുന്നീതുടജാന്തികെ എന്ന വാർത്ത വൈകാതെയുണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥ പുത്രനുണ്ടാശ്രിത വത്സ പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജ നിത്തം സമുദ്ധായ ഹസ്തേ സമാദായ സാർക്യവാദ്യാദിയും. ഗത്വാ രഘൂത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ദൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചനപൂർവം മുനി പുങ്കവനാശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം.
ഇത്തമുക്തോടജ മാനിയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജത ബോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസാഫല്യമൊക്കവേ ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതീനെന്നടോ ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധ്യാ കൃതാർത്ഥന്യായേനകം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോനമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി ഉത്ഥാനവും ചെയ്തു ശശി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയും ഉത്തീര താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനീകുല സങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനീകുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചേച്ചി വായിച്ചൂടെ? ഓക്കെ, മ്യൂട്ടാണോ? അടുത്ത ആഴ്ച വായിക്കാം. അടുത്ത ആഴ്ച വായിക്കാം. ശ്രീമാതാജി ഡോക്ടർ പോയി കേട്ടാ, പറയാൻ പറഞ്ഞു. ആ, നോ ഇഷ്യൂ. കണ്ടല്ലോ, ഇരുന്നല്ലോ. ഓക്കെ. ആ, കന്ദർവസുന്ദരമിന്ദീവരേക്ഷണ മിന്ദ്രാദിവൃന്ദാര കൈരഭിവന്ദിതം ബാണത്തൂണീര ധനുർധരം വിഷ്ടവത്രാണനിപുണം ജടാകുടോജ്വലം ജാനകീലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാത് കുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാർണ്യപീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗത് പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ട അക്ഷപാദ്യാദികൾ ഭക്തിപൂണ്ടക്ഷപാദാദ്യകൾ കൊണ്ട് മുക്തിപ്രദായനായ നാദനു സാദരം മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭക്ത്യാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു വനത്തിനു പുറപ്പെട്ടു ഹേതവോ ഞാൻ സോദരനോടും താതാജ്ഞയ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. പ്രഭു, ഇവിടെ ഹേതവോ ഞാൻ പറയണമെന്നില്ലല്ലോ. ഒരു ലൈൻ വിട്ടുപോയി. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. പിന്നെ ഹേതുവോ ഞാൻ ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാം ഭവാനതറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടു കാലം വസിച്ചിടുവാനായി ചിത്തെ പെരുകിയ
പെരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്ത് വണ്ണമരുൾ ചെയ്തു. ഹരേ കൃഷ്ണ. സർവലോകം സിമ്മിക്ക് വായിക്കാൻ പറ്റുമോ? അവിടെ ഉണ്ടോ 2 വരി? ഉണ്ട്, 2 വരി പറയാം, ട്രൈ ചെയ്യാം. വായിച്ചോളൂ. യെസ്. സർവലോകങ്ങളും. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഓക്കെ. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്ന സർവലോക്ഷേന നീയും വസിക്കുന്ന ഇങ്ങനെ സാധാരണം നിവാസസ്ഥല മങ്ങനെയാകയാലേന്തു ചൊല്ലാവതും സഹിതനായ വാഴുവാൻ എന്നൊരു ദേശം വിശേഷിച്ചു ചോദിക്ക. കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിര മഖ്യവിശേഷണ ചൊല്ലുന്നതുണ്ട്. ഞാൻ സന്തുഷ്ടരായ സമൃഷ്ടികളായ ബഹു ജന്തുക്കളിൽ ദ്വേഷഹീന മതികളായ ശാന്തരായ നിന്നെ ഭജിച്ചിപ്പവർ നമ്മുടെ സ്വന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ആ മന്ദിരത്തിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ആ ആലയം എങ്ങനെയാണെന്നുള്ളത് അത് അടുത്ത ആഴ്ച നമ്മൾ വായിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. ഇത് എത്ര കൃത്യമായിട്ടാ പറയുന്നത്. അതായത് ഭഗവാനെ വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. വേറെ ചില കാര്യങ്ങൾ, നമ്മൾ മറ്റു ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ റിച്വൽസ് ഉണ്ട്. ചില റിച്വൽസ് നമുക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഭഗവാനെ വിളിക്കുമ്പോൾ അതെല്ലാം നമ്മൾ മറക്കും. അതെല്ലാം നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികളാണെങ്കിലും ഭഗവാൻ അതെല്ലാം ക്ഷമിക്കും. അവിടെയാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നീ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അപ്പൊ അർജുനൻ അവിടെ കൺഫ്യൂസ് ആവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊക്കെ ധർമ്മങ്ങളൊക്കെയാണ്. അപ്പൊ നീ ധർമ്മവും അധർമ്മവും ഒന്നും നോക്കി ചിന്തിക്കൊന്നും വേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജ. ധർമ്മവും അധർമ്മവും ഒക്കെ നോക്കിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറയുന്നത് അങ്ങോട്ടും കേൾക്കുക, എന്നെ ശരണാഗതി പ്രാപിക്കുക. സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജ. പിന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. നിന്റെ എല്ലാ പാപങ്ങളെയും ഞാൻ എടുത്തു കളഞ്ഞേക്കാം. ഒരു ഉപാധികളും ഇല്ല അവിടെ. ഇവിടെ അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എഴുത്തച്ഛൻ എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്നു മന്ദിരം. ഈ ക്ഷേത്രം, ശരീരമാകുന്ന ഈ ക്ഷേത്രം. നേരത്തെ നമ്മൾ വായിച്ചു, എന്നെ മോക്ഷം നല്ല മനസ്സുള്ളവരുടെ അടുത്ത് ഭഗവാൻ വാഴും എന്ന് നമ്മൾ വായിച്ചു. പിന്നെ നമ്മൾ ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു വായിച്ചത്, നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത് പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തി പൂണ്ട അർഘ്യപാദാദികൾ കൊണ്ട്
അധ മുക്തിപ്രദനായ നാഥന് സാദരം. പക്വ മധുര മധുഫല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത. ഇത് ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇതെല്ലാം മനസ്സിലായില്ലേ? ഇപ്പൊ ഭാഗവതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും നോക്കൂ, രാമായണം എഴുതിയത് എഴുത്തച്ഛൻ അല്ലെങ്കിൽ വാൽമീകി മഹർഷി, ഭാഗവതം എഴുതിയത് വേദവ്യാസ മഹർഷി. രണ്ട് യുഗത്തിലെ കഥകൾ, പക്ഷെ രണ്ടിലും ഒരുപോലെ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? പക്വ മധുര മധുഫല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത മുക്ത പരിശ്രമം തീർത്തുരഘുവരൻ. അതായത് ഭഗവാന് നിവേദ്യം അർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കാൻ ഇതിപ്പരം വേറെ ഒന്നും വേണ്ട. ഒരു യാഗം വേണ്ട, ഒരു യജ്ഞം വേണ്ട, ഒന്നും വേണ്ട. സത്യമാണ് പറയുന്നത്. ആ നിവേദ്യശിഷ്ടം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പോകും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ചില സമയത്ത് കുറച്ച് സമയം എടുക്കും. ഒരു ശിശു ജനിക്കണം എന്നുണ്ടെങ്കിൽ 10 മാസം പൂർത്തിയാകണം എന്ന് പറയുന്നത് പോലെ ചില പ്രയാസങ്ങൾ പതുക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ അത് കഴിഞ്ഞ് ആ 10 മാസം കഴിഞ്ഞ് ആ ഗർഭിണിയായി വന്നിരിക്കുന്ന കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ പരിപൂർണമായ നല്ലൊരു സുഖത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. പിന്നെ വീണ്ടും പഴയത് നമ്മൾ കണ്ടു, ഗംഗാ നദിയെ സ്തുതിക്കുന്നതും നമ്മൾ കണ്ടു അല്ലേ? ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കണം. പിന്നെ സംഘേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാഹിനി ദേവി ഗംഗേ നമോസ്തുതേ. വളരെയധികം പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ഈ ഗംഗാസ്തുതിയൊക്കെ സ്തുതിക്കുക. അതായത് നമ്മൾ ഗംഗാജലം എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് അതിനെ തീർത്ഥമാക്കണം. ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് 3 പ്രാവശ്യം ജപിച്ച് ഈ ജലത്തെ തീർത്ഥമാക്കി മാറ്റണം. പിന്നീട് ഈ ജലത്തിനെ വീണ്ടും എടുത്തിട്ട് നമ്മൾ ഈ ഗംഗാസ്തുതിയൊക്കെ പറയുകയാണെങ്കിൽ, എന്നിട്ട് പാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതികഠിനമായ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും. ഇപ്പൊ ഇത്രയൊക്കെയാണ് രാമായണത്തിന്റെ 9ാമത്തെ ദിവസത്തിൽ കടക്കുമ്പോൾ കാണുന്നത്. വായിച്ച കാര്യങ്ങളെല്ലാം വരികളെല്ലാം മനസ്സിലായിട്ടില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകളുടെ അർത്ഥം പിന്നെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടില്ലേ? ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഹരേ കൃഷ്ണ. എന്തെങ്കിലും നോട്ട്സ് ഇന്നുണ്ടോ? ഉണ്ടാവും. ഞാനൊന്നും നോട്ട്സ് ഒന്നും നോക്കി വെച്ചിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ ചെറിയ കഥ പറയാം. ഓക്കെ. ഒരു ദിവസം ഹനുമാനും രാമനും കൂടെ ഇരിക്കുന്ന സമയത്ത് രാമൻ പറയും, അവിടെ ഒരു ബുക്ക് ഉണ്ട്, ഒരു ഡയറി ഉണ്ട്, അത് എടുത്തു തരുമോ? അതെന്റെ ഡിവോട്ടീസിന്റെ ലിസ്റ്റ് ആണ് അതിലുള്ളത് എന്ന് പറയും ഭഗവാൻ. അപ്പൊ ഹനുമാൻ അത് പോയി എടുക്കും, നോക്കും. അപ്പൊ ആദ്യം ഹനുമാൻ എന്താ വിചാരിച്ചത്? എന്റെ പേര് ആദ്യം തന്നെ കാണുന്നു വിചാരിച്ചു. അപ്പൊ വേഗം പുസ്തകം എടുത്ത് ഡയറി എടുത്ത് തുറന്ന് ഫസ്റ്റ് പേജ് നോക്കി, സെക്കൻഡ് പേജ് നോക്കി, എല്ലാ പേജും നോക്കി. പക്ഷെ ഹനുമാന്റെ പേര് മാത്രം അതിലുണ്ടായിരുന്നില്ല. അപ്പൊ ഹനുമാന് ഭയങ്കര വിഷമവും. ഇതെന്തുകൊണ്ടാണ് രാമന്റെ ഡിവോട്ടീസിന്റെ ലിസ്റ്റില് എന്റെ പേരില്ലാത്തതെന്ന്. അങ്ങനെ രാമൻ വിഷമത്തോടുകൂടെ ആ ഡയറി കൊണ്ടുപോയിട്ട് ഹനുമാൻ ഈ ഡയറി കൊണ്ടുപോയിട്ട് രാമന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ രാമൻ ചോദിക്കും, എന്ത് പറ്റി, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഹനുമാൻ പറയും, ഞാൻ വിചാരിച്ചു ഈ ഡയറിയിൽ എന്റെ പേരും ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഈ ഡയറി മുഴുവൻ പരതി നോക്കി, എന്റെ പേര് മാത്രം കണ്ടില്ല. വേറെ ഒരുപാട് ഡിവോട്ടീസിന്റെ പേരൊക്കെ കണ്ടു, എന്റെ പേര് മാത്രം അതിലില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ ചെയ്യുന്ന സർവീസ് പോരാത്തത് കൊണ്ടാണോ ആ ലിസ്റ്റിൽ എന്റെ പേരില്ലാത്തത്? എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ രാമൻ പറയും, ഇത് എന്നെ എപ്പോഴും ചിന്തിക്കുന്ന ഡിവോട്ടീസിന്റെ ലിസ്റ്റാണ് ഈ ബുക്കിലുള്ളത്. എന്റെ കയ്യിൽ വേറൊരു ഡയറി ഉണ്ട്, അതില് ഞാൻ എന്താ പറയാ എപ്പോഴും ആലോചിക്കുന്ന ഡിവോട്ടീസിന്റെ പേരാണുള്ളത് എന്ന് പറയും. എന്നിട്ട് ആ ഒരു ചെറിയ ഡയറി എടുത്തിട്ട് ഹനുമാന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഹനുമാൻ അത് തുറന്നതും ആദ്യത്തെ പേര് ഹനുമാന്റെ ആയിരിക്കും.
അതായത് ഫസ്റ്റത്തെ ഡയറി ഭഗവാനെ ഏത് സമയത്തും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഡിവോട്ടീസിന്റെ ലിസ്റ്റ് ആയിരുന്നു. ആ ചെറിയ ഡയറി ഉണ്ടായിരുന്നത് രാമൻ എപ്പോഴും ആലോചിക്കുന്ന ഡിവോട്ടീസിന്റെ ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഹനുമാൻ ഭയങ്കര സന്തോഷമായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ വലിയ ഡയറിയിൽ കയറി പറ്റണമെന്ന് വിചാരിക്കണ്ട, നമുക്ക് ആ ചെറിയ ഡയറിയാണ് നമുക്ക് വേണ്ടത്. എന്നെ വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സുന്ദരമായ, അതായത് നമ്മള് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിൽ ഭാഗവത ഉത്തമൻ എന്താണ്, ആരാണ് ഭാഗവത ഉത്തമൻ, അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ആ ഡയറി, അതായത് ഭഗവാന്റെ മനസ്സിൽ എപ്പോഴും ഏതൊരു ഭക്തനെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഭഗവാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭഗവാനെ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും ഏതൊരു ഭക്തനാണോ ഉള്ളത്, ആ ഭക്തനെ ഭാഗവത ഉത്തമൻ എന്ന് പറയും. ഭഗവതോത്തമൻ വളരെ നമ്മള് ആ ഇതിനകത്തോട്ട് ആഴ്ന്നു പോകണം. ഡെപ്തായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു കണക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ആ ഒരു കണക്ഷനാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഉണ്ടാകും, തീർച്ചയായും അത് കൃത്യമായിരിക്കും. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിച്ചിരുന്നു അങ്ങോട്ട്? നമ്മള് കുറച്ചൊരു സാക്രിഫൈസ്, അതായത് നമ്മുടെ റുട്ടീനിന്ന് മാറിയിട്ട് കുറച്ച് എന്താ പറയാ, ഒരു വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, നമ്മൾക്ക് പ്യൂരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു റെസ്ട്രിക്ഷൻ നമ്മൾ ആ ദിവസം കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻവോൾവ് ആവുകയും ചെയ്യുന്നതാണ് ഏകാദശിയുടെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിയമമാണ് നമ്മൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ പലതരത്തിലും നമുക്ക് ഏകാദശി എടുക്കാം. ചില ആൾക്കാര് വെള്ളം പോലും കുടിക്കാണ്ട് പിറ്റേ ദിവസം വരെ ഇരിക്കും, നിർജ്ജലം. ചിലര് പ്രഭു പറഞ്ഞ പോലെ ലിക്വിഡ് മാത്രം കഴിക്കും, ചിലര് ഫ്രൂട്ട്സ് മാത്രം കഴിക്കും, ചിലര് ഫ്രൂട്ട്സും റൂട്ട്സും പിന്നെ ഈ സാബുദാന, ചാമ അരി ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കും. നമ്മളുടെ ഹെൽത്ത് അനുസരിച്ച്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, അന്ന് കൂടുതൽ ജപിക്കാൻ ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക. അതാണ് എന്താ പറയാ, ഭഗവാനായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു എന്താ പറയാ മീഡിയം ആവുന്നത്. സോ ഭഗവാൻ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് കൂടുതൽ മമത ഉണ്ടാവും. ഇപ്പൊ ഭഗവാന് കുട്ടികളെല്ലാരും ഒരുപോലെയാണ്, നമ്മളെല്ലാരും ഭഗവാന്റെ മക്കളാണ്. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എനിക്കും കൂടുതൽ കുറച്ചുകൂടി ഒരു മമത അവരോടുണ്ടാവുന്നു. അപ്പൊ ആ ഭഗവാന്റെ ചെറിയ ബുക്കിൽ കയറി പറ്റാൻ ഉള്ള ഒരു ചെറിയ കാര്യമാണ് ഈ ഏകാദശി എടുക്കുക എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ പ്രത്യേകം ഓർമ്മിക്കണം, ഏകാദശി ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഇപ്പൊ മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ മരുന്നുകൾ കഴിക്കാതിരിക്കരുത്. അന്ന് അവർ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കണം. ചിലർ കഴിക്കും ഫാസ്റ്റിംഗ് ആയോ മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എല്ലാം കൃത്യമായിട്ട് മരുന്ന് കഴിക്കാം, അതിനകത്ത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഹരേ കൃഷ്ണ. പ്രകൃതി. ഹരേ കൃഷ്ണ. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സന്തോഷം. അപ്പോൾ 5 അല്ലേ, അതോ 10 ആയിക്കോട്ടെ, കുഴപ്പമില്ല. ക്ഷമയുണ്ടെന്ന് അർത്ഥം. 10, 9. ഡോക്ടർക്ക് പറയാം, എല്ലാരും വിശന്നിരിക്കാന്. 7, 6, 5, 4, 3, 2, 1, 0. 0.